ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം 4% ഉയർന്ന് 1838 ക്ലോസിംഗ് നൽകി. 2.20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.42, 52 വീക്ക് ഹൈ 1864. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ കമ്പനി വോക്സ് വാഗൺ കമ്പോണന്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി വോക്സ് വാഗണുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് പ്രകാരം കമ്പനി പുതിയ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുകയും ഈ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 5ഓളം ഇലക്ട്രിക് SUV പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും വോക്സ് വാഗന്റെ ബാറ്ററി സ്ട്രാറ്റജി ആയിരിക്കും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. 1750 മുകളിൽ ബ്രേക്കൗട്ട് നൽകിയ സ്റ്റോക്കാണ്. സ്റ്റോക്ക് 1750 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം 1750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ M&M എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ബൽറാംപൂർ ചീനി. ബയോപ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പോളിലാക്റ്റിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ട അപ്രൂവൽ ബൽറാംപൂർ ചീനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നൽകിയെന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ പോളിലാക്റ്റിക് ആസിഡ് മാനുഫാക്ചറിംഗ് ചെയ്യുന്നതിന് വേണ്ടി 2000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ബോർഡ് തയ്യാറായിട്ടുണ്ട്. 2.5 വർഷം കൊണ്ട് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി കംപ്ലീറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബൽറാംപൂർ ചീനി എന്ന സ്റ്റോക്കിൽ മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഷുഗർ സെക്ടറിൽ വന്ന പ്രൈസ് റെഗുലേഷൻ്റെ പശ്ചാത്തലത്തിൽ ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് 4% നെഗറ്റീവ് റിട്ടേണും 1 വർഷം കൊണ്ട് 1.4% നെഗറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. സ്റ്റോക്ക് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 370 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 400, 425 തുടങ്ങിയ ലെവലുകളാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നത്. റെയിൽ സെക്ടറിൽ നിന്നും ഇന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കാണ് ടിറ്റഗ്ര റെയിൽ സിസ്റ്റം ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ടിറ്റഗ്ര റെയിൽ സിസ്റ്റത്തിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 250 സ്പെഷ്യലൈസ്ഡ് വാഗൺസ് നിർമ്മിക്കുന്നതിന് വേണ്ടി 170 കോടി രൂപയുടെ കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 129%, റവന്യൂ 24.6% ഉയർന്നു. 32.6 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 74.8 കോടിയിലേക്കും റവന്യൂ 766 കോടിയിൽ നിന്നും 954 കോടിയിലേക്കുമാണ് ഉയർന്നത്. 1248 52 വീക്ക് ഹൈ. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കഴിഞ്ഞ 1 വർഷം കൊണ്ട് സ്റ്റോക്ക് 104%-നടുത്ത് റിട്ടേൺ നൽകുകയും 6 മാസം കൊണ്ട് 38%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. കഴിഞ്ഞ 1 മാസമായി സ്റ്റോക്ക് മോശം പെർഫോമൻസ്, അതായത് ഏകദേശം 13%-ഓളം കറക്റ്റ് ആവുകയും ചെയ്തു. 950 ഏകദേശം സപ്പോർട്ട് പ്രൈസാണ്. സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. ഇവിടെ നിന്നും 1000, 1100, 1200 തുടങ്ങിയ ലെവലുകളാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നത്. അവസാന സ്റ്റോക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ LIC. LICക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റീഫണ്ട് ഇനത്തിൽ 21,740 കോടി രൂപ വരുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. 2012 മുതൽ 2020 വരെയുള്ള അസസ്മെൻറ്റ് ഇയറിലെ ഇൻകം ടാക്സ് റീഫണ്ട് ആയിട്ടാണ് 21,740 കോടി രൂപ LICക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ LIC എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. 52 വീക്ക് ഹൈ 1175, സ്റ്റോക്ക് 1030-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷം കൊണ്ട് 73%-നടുത്ത് റിട്ടേൺ LIC നൽകുകയും ചെയ്തു. LICയെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 980-നും 1000-നും ഇടയിലാണ്. ഈ പ്രൈസിലാണ് LIC ഏകദേശം മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. 1100, 1180 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.